മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സ്നേഹ. എൻ്റെ പേര് സ്നേഹ. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ് എൽസി. ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള കാരണം തന്നെ എൻ്റെ ജർമ്മൻ പഠിത്തമായിരുന്നു. അപ്പം ജർമ്മൻ ഓൺലൈനായിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാമിന് കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ. അപ്പം ആദ്യമായിട്ട് ഞാനൊരു എക്സാം എഴുതാൻ പോയ സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുകയും അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് എക്സാം എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത പോലെ തോന്നി. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചാണ് അവിടുന്ന് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ഫുൾ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരു മൊഡ്യൂൾ മാത്രമേ ആ സമയത്ത് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് എക്സാമിൻ്റെ ഡേറ്റിന് വേണ്ടി കുറേ അന്വേഷിച്ചപ്പോൾ പോലും എനിക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ദൈവത്തിനോട് കൂടുതൽ അടുക്കാനുണ്ട്, അപ്പോൾ മാതാവിൻ്റെ അടുത്ത്, കൃപാസന മാതാവിൻ്റെ അടുത്ത് നമുക്ക് പോയി ഉടമ്പടി എടുക്കുക, അപ്പം നിൻ്റെ ജർമ്മൻ കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നു എൻ്റെ മമ്മി എന്നോട് പറയും. അങ്ങനെ ഞാൻ 2025 ജനുവരി 25 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനിടയായി. അങ്ങനെ അന്ന് 2025 ജനുവരി 25 ഞാൻ ഇവിടെ വരുന്ന അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് മാതാവിനെ എൻ്റെ കൈകളിൽ എടുക്കാൻ കിട്ടണമെന്നായിരുന്നു. അപ്പം അന്ന് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജർമ്മൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റണേന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത്. അന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മാതാവിൻ്റെ അനുഗ്രഹത്തോടെ തന്നെ എനിക്ക് അന്ന് മാതാവിനെ എൻ്റെ കൈകളിൽ എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ജർമ്മൻ എന്തായാലും സക്സസ് ആവാൻ പറ്റും എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലെയായിരുന്നു മാതാവിനെ എൻ്റെ കൈകളിൽ കിട്ടിയപ്പം. അങ്ങനെ അന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയതിന് ശേഷം ഞാൻ എക്സാമിന് ഡേറ്റ് നോക്കി. എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റൊക്കെ കിട്ടി. പക്ഷേ ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം എഴുതിയത് ആ എക്സാം എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ കാരുണ്യപ്രവൃത്തിയും കാര്യങ്ങളെല്ലാം എല്ലാ ഉടമ്പടി നിബന്ധനകളും കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എക്സാം ഫെയിലായ സമയത്ത് ഫുള്ള് നിരാശയായി. കാരണം എനിക്ക് മാതാവിനോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടും പോലെയായി. കാരണം അത്രയും ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീറ്റ് പള്ളിയിൽ പോകുമായിരുന്നു, രാവിലെ 5:30 എണീറ്റ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സാം ഫെയിലായ സമയത്ത് എനിക്ക് ഭയങ്കര നിരാശയായി. പക്ഷേ എന്നിട്ടും അപ്പോൾ എനിക്ക് മാതാവിനോട് ഗ്യാപ്പ് വരുന്ന പോലെയൊക്കെ ഫീലായി. ഞാൻ പള്ളിയിൽ പോയി ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവെ എന്നെ മാതാവിലേക്ക് തിരിച്ചു കൊണ്ടുവരണേന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നീട് ഞാൻ പിന്നെയും പഴയ പോലെ തന്നെ നന്നായിട്ട് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ഡേറ്റും കൂടി മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ആ എക്സാമിൽ ഞാൻ എക്സാം കൊച്ചിയിൽ വെച്ചായിരുന്നു എനിക്ക് എക്സാം. ഞാൻ ആ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ആ എക്സാം ഭയങ്കര ടഫായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷ എനിക്കില്ല, കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല. പക്ഷേ മാതാവിനോട് ഞാൻ ഒരേ ഒരു അപേക്ഷയെ വെച്ചുള്ളൂ, എനിക്ക് കൂടുതൽ മാർക്കൊന്നും തന്ന് മാതാവ് എന്നെ അനുഗ്രഹിക്കേണ്ട, എനിക്ക് വെറും 60 മാർക്ക് തന്ന് എന്നെ ജയിപ്പിക്കണേ മാതാവേ, ഞാൻ ഒരുപാടായില്ലേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന അന്ന് എനിക്ക് കറക്റ്റ് 60 മാർക്കോടെ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് റിസൾട്ട് നോക്കാൻ ധൈര്യം ഉണ്ടായില്ല അന്ന്. അപ്പോൾ റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഫുൾ എനിക്ക് പാനിക്കായി. ഞാൻ കാശിരൂപവും ഉപ്പും ഒക്കെ എടുത്ത് മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുന്നത്. അങ്ങനെ റിസൾട്ട് നോക്കുന്ന സമയത്ത് കറക്റ്റ് 60 മാർക്കോടെ തന്നെ എൻ്റെ മാതാവ് എന്നെ ആ എക്സാം പാസ്സായി. ആ എക്സാം ഞാൻ പാസ്സായി. പിന്നീട് റിമൈനിങ് 2 എക്സാംസും കൂടി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഡേറ്റ് നോക്കിയ സമയത്ത് തന്നെ ആ വെരി നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് റിമൈനിങ് 2 എക്സാമിനും ഡൽഹിയിൽ ഡേറ്റ് തന്ന് മാതാവ് അനുഗ്രഹിച്ച് അങ്ങനെ ഞാൻ ഡൽഹി പോയി ആ എക്സാംസ് എഴുതി. പക്ഷേ ഇതേപോലെ തന്നെ അതും ഭയങ്കര ടഫായിരുന്നു, എനിക്ക് ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ എക്സാം എഴുതാൻ പോയ സമയത്ത് മാതാവിൻ്റെ തൈലം പൂശി, തൈലം നെറ്റിക്ക് തേച്ച്, അതുപോലെ തന്നെ ഉപ്പ് ഞാൻ എൻ്റെ ആൻസർ ഷീറ്റിൽ ഫുള്ള് വിതറി, എക്സാമിൻ ഹാളിൻ്റെ ഫ്രണ്ടിൽ ഉപ്പ് വിതറിയിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയിരുന്നത്. അങ്ങനെ ഡിസംബർ 12 എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ചോദിച്ചതിലും അധികം, ഞാൻ 60 മാർക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് 80 മാർക്ക് തന്ന് എൻ്റെ മാതാവ് എന്നെ ആ എക്സാം പാസ്സാക്കി. അത് എൻ്റെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ലാതെ എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതലും വിശ്വസിക്കുന്ന ഒരു വേർഡാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അങ്ങനെ അതിന് ശേഷം ജർമ്മൻ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ടു, ജർമ്മൻ ഇൻ്റർവ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം ഇൻ്റർവ്യൂ കിട്ടിയ സമയത്ത് തന്നെ എൻ്റെ ഫോണിന് കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഭയങ്കര പിന്നെയും കുറേ ബാക്കായി, എനിക്ക് മൈൻഡ് ഫുള്ള് ഔട്ടായി. അങ്ങനെ ഒരുപാട് ബാഡ് സിറ്റുവേഷൻസ് വന്നുപോയി. പിന്നീട് എൻ്റെ ഏജൻസിക്കാർ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അവരെനിക്ക് വേറൊരു ഇൻ്റർവ്യൂ തന്നു. ആ ഇൻ്റർവ്യൂവിൽ
എനിക്ക് സക്സസ് ആവാൻ പറ്റുകയും വിസ പ്രോസസ്സിങ്ങിന് വെക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ കൂടെ വെച്ചിരുന്ന എല്ലാവർക്കും വിസ അടിച്ചു വരികയും പക്ഷേ എൻ്റെ വിസ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 മാസത്തോളം ലാഗ് വന്നു എനിക്ക്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി ഉഴപ്പുന്നതുകൊണ്ട് മാതാവ് എന്നെ പരീക്ഷിക്കുന്നതാണോ എന്ന്. അപ്പം എനിക്ക് കാലിന് ചെറുതായിട്ട് വയ്യാണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ കുറച്ച് മടി കാണിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീച്ച് പോകുന്ന കാര്യത്തിൽ. പിന്നീട് ഞാൻ ഇത് പ്രോസസ്സിങ് ലേറ്റ് ആവുന്നത് കണ്ട് ഞാൻ പിന്നെയും പള്ളിയിൽ പോകാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പള്ളിയിൽ പോകാൻ തുടങ്ങിയ 3-ാമത്തെ ദിവസം എൻ്റെ പ്രീ അപ്രൂവൽ വിസ വന്നു. അങ്ങനെ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തന്നെ തോന്നിയത്. കാരണം 1 മാസത്തോളം ലാഗ് വന്ന കാര്യം പ്രാർത്ഥനയോട് പിന്നെ അടുത്തപ്പത്തേന് എനിക്ക് പെട്ടെന്ന് ശരിയായി വന്ന പോലെ തോന്നി. അങ്ങനെ അതിനുശേഷം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മാതാവ് വളരെ പെട്ടെന്നാക്കി തന്നു. ഇപ്പം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ വിസ എനിക്ക് കൈ കിട്ടി. ഞാൻ പാസ്പോർട്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ എനിക്ക് പോകാനുള്ള ടിക്കറ്റും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വരുന്ന വ്യാഴാഴ്ച പോവുകയാണ് ജർമ്മനിക്ക്. എൻ്റെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ജർമ്മൻ ജേണി എനിക്ക് സക്സസ് ആവാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതലും വിശ്വസിക്കുന്ന ഗോഡിൻ്റെ ഒരു വേർഡ് എന്ന് പറയുന്നത് അറ്റ് ദ റൈറ്റ് ടൈം ദ ഗോഡ് വിൽ മേക്ക് ഇറ്റ് ഹാപ്പൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്ത് കാര്യവും നമ്മൾക്ക് സാധിച്ച് കിട്ടൂല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാതാവിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് മാതാവ് സാധിച്ചു തരുന്നുള്ളൊരു വലിയ, കാരണം എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഒരിക്കലും കിട്ടില്ല, എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായ കാര്യമാണ് മാതാവ് എനിക്ക് ഇന്നിപ്പോൾ സക്സസ് ആക്കി തന്നിരിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു, പള്ളികളിലും. പിന്നെ ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസിന് പത്രം കൊടുക്കുകയും അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ കൂട്ടുകാർ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി അനുഭവങ്ങൾ കണ്ട് എൻ്റെ കൂട്ടുകാർ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ ആൻറ്റി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച് ദൈവമാതാവിനും തിരുക്കുമാരനും 100,000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. സ്നേഹ സദാനന്ദൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജർമ്മൻ ഭാഷാ പഠന പരീക്ഷകൾ വിജയിക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനുള്ള വിസയും ടിക്കറ്റ് ലഭിക്കുന്നതിനും വേണ്ടിയാണ് മകൾ അമ്മയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തത്. ഉടമ്പടിയിൽ നമുക്കുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് നമുക്ക് കാലദൈർഘ്യം കൊണ്ടുവരുമെന്ന് മകൾ തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് അമ്മ മാതാവ് നമ്മളെ പരീക്ഷിക്കുകയോ നമുക്കത് നിരസിക്കുകയോ ചെയ്യുന്നതല്ല. നമ്മൾ അമ്മ മാതാവിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് ആ കൃപയാൽ ലഭിക്കേണ്ടത് അത് നഷ്ടമായോ അകന്നു പോവുകയോ ചെയ്യുന്നതാണ് നാം കാണുന്നത്. നമുക്കറിയാമല്ലോ, തീയോട് ചേർന്ന് കരം ചേർത്ത് പിടിക്കുമ്പോൾ ചൂട് അനുഭവിക്കുവാനാവും. തീയിൽ നിന്ന് കൈ അകലും തോറും ആ ചൂടിൻ്റെ സ്വഭാവം, അതിൻ്റെ ആ കുറവ് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് ജീവിതത്തെ ചേർത്ത് വെച്ചാണ് നടക്കുന്നതെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനാവും. നമ്മൾ ആ ആത്മീയ വിശുദ്ധിയിൽ നിന്നും ചിട്ടയായ ഉടമ്പടി ജീവിതത്തിൽ നിന്നും അകന്നും പിന്മാറിയും നാം ഇങ്ങനെ അകലും തോറും പുറകോട്ട് മാറും തോറും നമുക്ക് ആ ഉടമ്പടി പ്രകാരമുള്ള കൃപകൾ സ്വീകരിക്കുവാൻ നമുക്കത് തടസ്സമാവുകയും ചെയ്യും. മകൾ അതിൻ്റെ ആ കയറ്റിറക്കങ്ങളെയാണ് ശരിക്കും തന്നെ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയതും. ഇനി മകളുടെ പ്രത്യേകത, എപ്പോഴൊക്കെ മകൾക്ക് തന്നെ സ്വയം മനസ്സിലാകുന്നു താൻ പുറകോട്ട് പോയി, ഉടമ്പടിയിൽ ഉഴപ്പുണ്ടായി, അതുകൊണ്ട് കൂടുതൽ തിഷ്ഠതയോടുകൂടി അമ്മയെ സ്നേഹിച്ചും അമ്മയുടെ സംരക്ഷണം തേടിയും ജീവിക്കണമെന്ന് മകൾ നിശ്ചയിച്ച അവസരങ്ങളിലൊക്കെയും അധിക സ്നേഹത്തോടെ അധിക തിഷ്ഠതയോടെ ഉടമ്പടിയിലേക്ക് മകൾ മടങ്ങി വന്നപ്പോഴൊക്കെയും മകളെ വീണ്ടും ദൈവികമായ സംരക്ഷണം അനുഗ്രഹിക്കുന്നത്, അമ്മ മാതാവ് ചേർത്ത് പിടിച്ച് പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുന്നത്, വിജയം നൽകുന്നത് മകളെ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി നമുക്ക് ഒരു പുരോഗതിയിലേക്ക് നമുക്കത് സ്റ്റാറ്റിക്കായി നിർത്തേണ്ടതല്ല, നമുക്കത് ചലനാത്മകമായി ജീവിതത്തിൽ നിലനിർത്തേണ്ടതാണ്. ഉടമ്പടിയിൽ ഓരോ ദിവസവും നമ്മുടെ ആത്മശരീരങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ, കൂടുതൽ ദൈവത്തിൽ ശരണപ്പെടുവാൻ, ദൈവികമായ സന്തോഷം അനുഭവിക്കുവാൻ, അമ്മ മാതാവിനോടും ഈശോയോടും സംസാരിക്കുവാൻ, കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാൻ നമുക്ക് ഭയം കൊണ്ടല്ല, ദൈവസന്നിധിയിൽ
ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത് സ്നേഹം കൊണ്ട് ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനുള്ള ശക്തി ഉടമ്പടിയിലൂടെ നമുക്ക് കൈമാറുന്നുണ്ട്. അതുകൊണ്ട് മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടും കൂടിയാണ് ഉടമ്പടിയുടെ മക്കൾ എപ്പോഴും ദൈവത്തോട് ഇടപെടുകയും സംസാരിക്കുകയും നിയോഗങ്ങൾ നേടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും ഒരു ഭയപ്പെട്ട മനസ്സോടെ ജീവിക്കരുത്. ഉടമ്പടി എപ്പോഴും സന്തോഷവും സ്വതന്ത്രവും ദൈവസ്നേഹത്തിൻ്റെയും മനസ്സോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ നിയോഗങ്ങൾ വേഗം അനുഗ്രഹമാക്കി തരുന്നതിന് കാരണമാവുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിനും ദൈവിക സംരക്ഷണത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.